നോട്ടെ പെട്ടെന്ന് കാണിച്ചേ. വയനാട് ദുരന്തം നടന്ന മുണ്ടക്കൈ ചൂരമലയുടെ രണ്ടാം പാർട്ടാണ് ഈ വീഡിയോ. തുടക്കം തന്നെ പറയട്ടെ, എൻ്റെ ഈ ചാനലിൽ നിന്നും എനിക്ക് സാമ്പത്തികമായിട്ട് ലാഭമൊന്നുമില്ല. പിന്നെ ഇവരുടെ സങ്കടത പറഞ്ഞ് സാമ്പത്തികമായിട്ട് ലാഭം ഉണ്ടാക്കാനുള്ള ഉദ്ദേശവുമില്ല. ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ 2 വർഷമാകാൻ വേണ്ടി പോകണം ഈ ദുരന്തം നടന്നിട്ട്. ജൂലൈ 30 ആകുമ്പോൾ 2 വർഷമാവും. അപ്പോൾ ഇപ്പോൾ അവരുടെ അവസ്ഥ എന്താണെന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എൻ്റെ കൂടെ വന്ന കുട്ടൻ്റെ ഇളയച്ചൻ്റെ വൈഫിൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരു 17 പേരാണ് ഈ ദുരന്തത്തിൽ മരണപ്പെട്ടത്. ആ കൂട്ടത്തിൽ ഒരു കുട്ടിയുണ്ട്, വൈഷ്ണവ് എന്ന് പറഞ്ഞിട്ട്, അസാധ്യ കലാകാരനാണ്. ആ കുട്ടി വരച്ച ചിത്രങ്ങളാണ് ഞാൻ തുടക്കം കാണിച്ചത്. ദുൽഖർ ഉൾപ്പെടെ പല പ്രമുഖരുടെയും ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മാക്സിമം ഷെയർ ചെയ്താൽ ദുൽഖർ കാണാനിടയാൽ വളരെ സന്തോഷമായിരിക്കും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന അവരുടെ കുടുംബങ്ങൾക്ക്. ദുരന്തം നടന്ന ഈ ഭൂമിയുടെ ഏറെ ദൂരം ഞങ്ങൾ നടന്ന് ചില സമയങ്ങളിലൊക്കെ പരസ്പരം മിണ്ടിയിട്ട് പോലുമില്ല. കാരണം അത്രയ്ക്കും വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ്. പൂർണ്ണമായിട്ടും തകർന്ന വീടുകൾ, അതുകൂടാതെ സ്കൂളിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, ഭാഗികമായിട്ട് തകർന്ന വീടുകൾ, അതുകൂടാതെ ശരീരഭാഗങ്ങൾ പലതും ഇപ്പോഴും മണ്ണിൻ്റെ അടിയിലുണ്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് നടന്നു പോകുമ്പോൾ തന്നെ വല്ലാത്തൊരു ഫീലാണ് തോന്നുന്നത്. പലരും ഞങ്ങൾ നേരിട്ട് കണ്ട് സംസാരിച്ച് അവരൊക്കെ പറയുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വന്ന് കാണണം, ഇതിൻ്റെ ഭീകരാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണമെന്നാണ് പലരും പറയുന്നത്. പൂർണ്ണമായിട്ടും അവിടെ നിന്ന് പൂർണ്ണമായിട്ടും എല്ലാവരെയും ഒഴിപ്പിച്ചു. കാരണം അതാണ് ശരി. ഇനി എങ്ങനെയാണ് ആ കുത്തിയൊലിച്ച് ആ പുഴയിലൂടെ വെള്ളം വരുന്നതെന്ന് പറയാൻ കഴിയില്ല. കാരണം പുഴക്ക് ഒഴുകാനുള്ള ഒരു സ്പേസ് നഷ്ടപ്പെട്ട് എങ്ങനെ വേണമെങ്കിലും വരാം. അപ്പോൾ ഇനി അവിടെ താമസിക്കുന്നത് അത് സുരക്ഷിതമല്ലെന്ന് എനിക്ക് കണ്ടപ്പോൾ തന്നെ തോന്നി. അപ്പോൾ അങ്ങനെ പലരും, ഇത് ആ ടീച്ചറിൻ്റെ വീടാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. സെലീന ടീച്ചറാണ്, പേര് ഞാൻ മറന്നുപോയി. അതായത് ആ ഫോണിലൂടെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുന്ന ശബ്ദവുമായിട്ട് നമുക്ക് ആദ്യം ഈ ദുരന്തത്തിൻ്റെ ആ ഡെപ്ത് മനസ്സിലാക്കി തന്ന ഒരു ശബ്ദമാണ് അത്. അപ്പോൾ ആ ടീച്ചറിൻ്റെ വീടാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഓരോന്നും കണ്ടാണ് ഞങ്ങൾ മുകളിലേക്ക് കയറിപ്പോയത്. അതിനിടയിൽ മുജീബിനെ പരിചയപ്പെടാൻ പറ്റി. മുജീബിൻ്റെ സഹോദരൻ്റെ വീട് ഭാഗികമായി നഷ്ടപ്പെട്ടു. മുജീബിൻ്റെ വീട് പൂർണ്ണമായിട്ടുണ്ട്, പക്ഷേ അവിടെ ഇപ്പം താമസിക്കാൻ സൗകര്യമില്ല, താമസിക്കാൻ അനുവാദമില്ലെന്നാണ് പറയുന്നത്. അവിടെ കൃഷിയൊക്കെ ചെയ്യാം, പകൽ പോയിട്ട് കൃഷി ചെയ്യാം, തിരിച്ചു പോകാം വീട്ടിലേക്ക്. ഇപ്പം അങ്ങനെയാണ് മിക്കവരും ചെയ്യുന്നത്. അങ്ങനെ ഓരോ കാഴ്ചകളും ഇതേപോലത്തെ വാർത്തകളൊക്കെ കേട്ടാണ് ഞങ്ങൾ പോകുന്നത്. കൂടുതൽ വൈഷ്ണവിൻ്റെ കഥ, വൈഷ്ണവിൻ്റെ വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിൽ രക്ഷപ്പെടാൻ വേണ്ടി പോയി. പക്ഷേ ആ വീട് പൂർണ്ണമായിട്ട് ഒലിച്ചു പോയി. ഒരു പക്ഷേ വൈഷ്ണവിൻ്റെ വീട്ടിൽ തന്നെ തങ്ങിയിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അങ്ങനത്തെ ഓരോ കഥകൾ കേൾക്കുമ്പോഴും വല്ലാത്തൊരു അവസ്ഥയാണ്. പിന്നെ മൂവാറ്റുപുഴയിൽ നിന്ന് ഒരു 3 പേര് വന്നിട്ടുണ്ടായിരുന്നു. അവരോടും ഞങ്ങൾ ഇതേപോലെ ചോദിച്ചു എന്താണ് കണ്ടിട്ടുള്ള അവസ്ഥയെന്ന് വെച്ചപ്പോൾ ആ കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ള ഒരു പുള്ളി ഒന്നും മിണ്ടിയില്ല. ഹൃദയഭൂമി പോയി അടക്കം ചെയ്തവരൊക്കെ കണ്ട് അതിൽ അവയവങ്ങൾ മാത്രം കിട്ടിയവരെ നമ്പറിട്ടും നിർത്തിയിട്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. പിന്നെ കുറേ കുട്ടികൾ അടക്കം ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ എന്താ പറയുക, ഒന്നും മിണ്ടിയില്ല. അവിടെ കുറേ നേരം അവിടെ ഇരുന്ന്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. പിന്നെ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെയാണ് സർക്കാർ പണിത വീടിൻ്റെ നമ്പേഴ്സ് അവർക്ക് കൈമാറിയ ഒരു ചടങ്ങ് കണ്ടത്. അത് സന്തോഷമുള്ള കാര്യമാണ്. പുതിയ ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ജീവിതത്തിലേക്കും അവരും പ്രവേശിക്കട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരും. അതൊരു നമസ്കാരം.